ഹായ്, വൺ വേ അനോവയുടെ പ്രോബ്ലം ആണ് പറയുന്നത്. ഫസ്റ്റ് പ്രോബ്ലം, ബിലോ ആർ ഗിവൺ ദ yield in kilogram per acre for 5 trial plots of 4 varieties of treatment. 4 varieties of treatmentന്റെ ഡാറ്റയാണ് നമുക്ക് തന്നിട്ടുള്ളത്. Carry out an analysis of variance and state your conclusion. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് വൺ വേ ആണോ ടു വേ ആണോ, അതായത് ഒരു ഫാക്ടറിനനുസരിച്ചാണോ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അതോ രണ്ട് ഫാക്ടറിനനുസരിച്ചാണോ. ഇവിടെ നോക്കാം, നമുക്ക് ട്രീറ്റ്മെൻറ്റിനനുസരിച്ചുള്ള ഡാറ്റയാണ് ഉള്ളത്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് മാത്രമേ നമുക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ വൺ വേ അനോവേ ആണ്. ദെൻ ആ തന്നിരിക്കുന്ന ഡാറ്റയെ ഞാനൊന്ന് ടേബിളാക്കിയിട്ട് എഴുതി ടോട്ടൽസ് ഒക്കെ കണ്ടുവച്ചിട്ടുണ്ട്. ഓരോ കോളത്തിൻ്റെയും ടോട്ടലുകൾ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് കോളം 240, സെക്കൻഡ് കോളം 330, തേർഡ് കോളം 330, ഫോർത്ത് കോളം 400. ഇങ്ങനെ ടോട്ടൽസ് കിട്ടിയിട്ടുണ്ട്. ആ തന്നിരിക്കുന്ന അതേ ഡാറ്റ തന്നെയാണ് ഇത്. x1, x2, x3, x4 എന്ന് 3 കോളാക്കിയേ ഉള്ളൂ 4 ട്രീറ്റ്മെൻറ്റിന്. ദെൻ നമുക്ക് H0, അതായത് നൾ ഹൈപ്പോത്തസിസ് അസ്യൂം ചെയ്യണം. എല്ലാ ട്രീറ്റ്മെൻറ്റിൻ്റെയും എഫക്റ്റ് ഈക്വൽ ആണ് എന്നുള്ളത്. അതായത് H0 such that μ1 is equal to μ2 is equal to μ3 is equal to μ4. H0 ഉണ്ടെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നോട്ട് ഈക്വൽ ടു എന്നുള്ളത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് എടുക്കുക. ദെൻ നമുക്ക് പ്രൊസീജിയർ അറിയാം. ടോട്ടൽ കാണണം. T is equal to sum of all observations. എല്ലാ ഒബ്സർവേഷനും ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കോളത്തിൻ്റെ ടോട്ടൽ കണ്ടതുകൊണ്ട് ആ ടോട്ടൽസ് എടുത്ത് ആഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ which is equal to 1300 എന്ന് കിട്ടി. ദെൻ കറക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ഈക്വൽ ടു ടി സ്ക്വയർ ബൈ എൻ ആണ്. ടി സ്ക്വയർ എന്താ, 1300 സ്ക്വയർ ബൈ എൻ. ടോട്ടൽ എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്? 4 കോളത്തിലായിട്ട് ഓരോ കോളത്തിലും 5 ഒബ്സർവേഷൻ ഉണ്ട്. അപ്പം 4 5 20 ഒബ്സർവേഷൻസ് ടോട്ടൽ നിങ്ങൾക്ക് ആ ടേബിളിലുണ്ട്. അപ്പം 20 ഒബ്സർവേഷൻ ആണ് ഉള്ളത്. അപ്പം എൻ എന്ന് പറയുന്നത് 20 ആണ്. ദെൻ വിച്ച് ഇസ് ഈക്വൽ ടു, അത് വാല്യൂ എന്ന് പറയുന്നത് 84,500 എന്ന് കിട്ടും. അപ്പോൾ ആ വാല്യൂ നമുക്ക് കിട്ടി, കറക്ഷൻ ഫാക്ടർ കിട്ടി. പിന്നെ അടുത്ത കാണേണ്ടത് SST, സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻസ് മൈനസ് കറക്ഷൻ ഫാക്ടർ ആണ് ടി സ്ക്വയർ ബൈ എൻ. അപ്പോൾ ഓരോ ഒബ്സർവേഷനും സ്ക്വയർ ചെയ്യുക, സം ചെയ്യുക. അപ്പോൾ ഫസ്റ്റത്തെ ഒബ്സർവേഷൻ 42 ആണ്. 42 സ്ക്വയർ പെർ 50 സ്ക്വയർ പ്ലസ് എക്സെട്ര. എല്ലാ ഒബ്സർവേഷനും സ്ക്വയർ ചെയ്തിട്ട് സം ചെയ്യണം. മൈനസ് കറക്ഷൻ ഫാക്ടർ, സോറി അവിടെ ഒരു മൈനസ് ടി സ്ക്വയർ ബൈ എന്നും കൂടി ഉണ്ട് കേട്ടോ. മൈനസ് ടി സ്ക്വയർ മൈനസ് ടി സ്ക്വയർ ബൈ എൻ. അപ്പോൾ അതിൻ്റെ വാല്യൂ കണ്ടാൽ 4236 എന്ന് വാല്യൂ കിട്ടും. അതുപോലെ തന്നെ SSC, കോളം സം ഓഫ് സ്ക്വയേഴ്സ് ഇസ് ഈക്വൽ ടു, നമുക്ക് 4 കോളമാണ്. അപ്പോൾ 4 കോളത്തിൻ്റെ സമ്മ്, ഒരു കോളത്തിൻ്റെ ഫസ്റ്റ് കോളത്തിൻ്റെ സമ്മ് സ്ക്വയർ ബൈ N1, ആ കോളത്തിൽ എത്ര എലമെൻ്റ് ഉണ്ട്, പ്ലസ് സെക്കൻഡ് കോളത്തിൻ്റെ സമ്മ് സ്ക്വയർ ബൈ സെക്കൻഡ് കോളത്തിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്, പ്ലസ് തേർഡ് കോളത്തിൻ്റെ സമ്മ് സ്ക്വയർ ബൈ ആ കോളത്തിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്, പ്ലസ് ഫോർത്ത് കോളത്തിൻ്റെ സമ്മ് സ്ക്വയർ ബൈ ആ കോളത്തിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്, മൈനസ് ടി സ്ക്വയർ ബൈ എൻ, കറക്ഷൻ ഫാക്ടർ. അപ്പോൾ ഫസ്റ്റ് കോളത്തിൻ്റെ ടോട്ടൽ നമുക്ക് 240 ആയിരുന്നു. അപ്പോൾ 240 സ്ക്വയർ ബൈ, ഒരു കോളത്തിൽ 5 എലമെൻറ്റ്സ് ആണ് ഇവിടെ എല്ലാ കോളത്തിലും ഉള്ളത്. അപ്പോൾ 5 ഡിവൈഡ് ബൈ 5 വരും. അങ്ങനെ ഓരോ കോളത്തിൻ്റെയും സമ്മ് സ്ക്വയർ ബൈ 5 ചെയ്ത് മൈനസ് കറക്ഷൻ ഫാക്ടർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2580 എന്ന് ആൻസർ കിട്ടും. ദെൻ നമ്മൾ SSC കാണണം. SSE എന്നുള്ളത് SST മൈനസ് SSC ആയിരുന്നു. അപ്പോൾ അത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1656 എന്ന് SSE കിട്ടും. ദെൻ നമുക്ക് മീൻ സ്ക്വയേഴ്സ് കാണണം. MSC is equal to SSC divided by C minus 1, which is equal to 2580 divided by 4 minus 1. കോളംസ് 4 എണ്ണാണുള്ളത്. അപ്പോൾ 4 മൈനസ് 1 C minus 1 is equal to 860. അതുപോലെ തന്നെ MSE is equal to SSE divided by N minus C. N 20 ആണെന്ന് പറഞ്ഞിരുന്നു. C എത്രയാണ്? 4. അപ്പോൾ 20 മൈനസ് 4 16 ഉണ്ടാവും. അപ്പോൾ 1656 ഡിവൈഡ് ബൈ 16 ചെയ്താൽ 103.5 കിട്ടും. ദെൻ F റേഷ്യോ എന്ന് പറയുന്നത് MSC ഡിവൈഡ് ബൈ MSE ആണ്.
which is equal to 860 divided by 103.5 is equal to 8.31. ഇപ്പോൾ ടേബിൾ വാല്യൂ കാണാം. ആൽഫ ഈക്വൽ ടു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൽഫ എടുക്കാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അതിന് കറസ്പോണ്ടിങ് ആയെടുക്കാം. ഞാനിവിടെ 0.05 ആണ് എടുക്കുന്നത്. 0.05 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് വാല്യൂ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് C-1, N-C ആണ്. എഫിന് 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവും. C-1, N-C ആണ്. C-1 നമുക്ക് 3 ആണ്, N-C 16. അപ്പോൾ 360 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് 3.24 എന്ന് വാല്യൂ കിട്ടും. ദെൻ അനോവ ടേബിൾ വരയ്ക്കുക. ഈ കിട്ടിയിരിക്കുന്ന വാല്യൂസ് ഒക്കെ ആ ടേബിളിൽ ഒന്ന് അടയാളപ്പെടുത്തുക. സോഴ്സ് ഓഫ് വേരിയേഷൻ ബിറ്റ്വീൻ സാമ്പിൾസ്, വിത്തിൻ സാമ്പിൾ, ടോട്ടൽ, സം ഓഫ് സ്ക്വയേഴ്സ്, SSC എത്രയാണ് കിട്ടിയത്, SSE എത്രയാണ് കിട്ടിയത്, SST എത്രയാണ് കിട്ടിയത് എന്നുള്ളത് എഴുതാം. ദെൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം SSCയുടേത് 3 ആയിരുന്നു, SSEയുടേത് 16 ആണ്. ടോട്ടൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം N-1 എന്നുള്ളത് 90 ആണ്, 20-1. ദെൻ മീൻ സ്ക്വയേഴ്സ് 860, 103.5 ആണ്. അത് എഴുതാം. എഫിൻ്റെ വാല്യൂ എഴുതാം. ഓക്കെ. ദെൻ കാൽക്കുലേറ്റഡ് വാല്യൂം ടേബിൾ വാല്യൂം കൂടി കമ്പയർ ചെയ്യാം. കാൽക്കുലേറ്റഡ് വാല്യൂ 8.31 ആയിരുന്നു, ടേബിൾ വാല്യൂ 3.24. അപ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ ആണ് വലുത്. കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാളും വലുതായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യണം H0നെ. അതായത് H0 റിജക്റ്റ് ചെയ്തു. H0 റിജക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ H0 എന്താ നമ്മൾ പറഞ്ഞിരുന്നത്? എല്ലാ ട്രീറ്റ്മെൻറ്റും ഈക്വൽ ആണ് എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ എഫക്റ്റ് ഈക്വൽ അല്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ കൺക്ലൂഷൻ കിട്ടിയത്. അത് എഴുതാം. ദെൻ സെയിം ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു വ്യത്യാസം വെച്ചാൽ നമുക്ക് കോളത്തിലുള്ള എലമെൻസിൻ്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുക, ABC എന്ന് പറഞ്ഞ 3 ടൈപ്പ് വീറ്റുകൾ, ഗോതമ്പിൻ്റെ 3 വെറൈറ്റീസിനെയാണ് പറയുന്നത്. അപ്പോൾ ആ 3 വെറൈറ്റീസിൻ്റെ പ്രൊഡക്ഷൻ്റെ ഡാറ്റ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഡാറ്റയിൽ നമുക്ക് എക്ക് 3 വാല്യൂസും ബിക്ക് 4 വാല്യൂസും സിക്ക് 5 വാല്യൂസുമാണ് വരുന്നത്. അതായത് ഈ ഡാറ്റേനെ നമ്മളൊന്ന് കോളം വൈസ് ആദ്യം H0 സ്റ്റേറ്റ് ചെയ്യുക. ദെൻ കോളം വൈസ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് X1 14, 16, 18 ഇതൊക്കെ എയുടെ ആണ് കേട്ടോ. ഫസ്റ്റത്തെ എയുടേത്, രണ്ടാമത്തെ ബിയുടേത്, മൂന്നാമത്തെ സിയുടേത്, ഇങ്ങനെ തന്നെ എഴുതണം. അല്ലാതെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന രീതിയിൽ എനെ ഇങ്ങനെ എഴുതരുത്. അപ്പോൾ എ എന്ന് പറയുന്നത് ഫസ്റ്റ് കോളം, ബി എന്ന് പറയുന്നത് സെക്കൻഡ് കോളം, സി എന്ന് പറയുന്നത് തേർഡ് കോളം. എന്നിട്ട് ആ ഒബ്സർവേഷൻസിൻ്റെ സമ്മൊക്കെ കണ്ടുവയ്ക്കാം. ടി നമുക്ക് കാണാം എല്ലാ ഒബ്സർവേഷൻസിൻ്റെയും ടോട്ടൽ, അത് 201 കിട്ടും. ദെൻ കറക്ഷൻ ഫാക്ടർ T² N എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്? ഇവിടെ 3 എണ്ണം, ഇവിടെ 4, ഇവിടെ 5, ടോട്ടൽ 12 ഒബ്സർവേഷൻസ് ഉണ്ട്. അപ്പോൾ 12 201/12 കിട്ടും. അതിൻ്റെ വാല്യൂ 3366.75 എന്ന് കിട്ടും. ദെൻ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് SST സെയിം അതേ രീതിയിൽ തന്നെ ഓരോ ഒബ്സർവേഷനും സ്ക്വയർ സമ്മ് ഈ 776, 1074 എന്നുള്ളതൊക്കെ അത് ഓരോ കോളത്തിലെ ഓരോ ഒബ്സർവേഷനും സ്ക്വയർ ചെയ്തിട്ട് സം ചെയ്തതാണ്. അത് കാൽക്കുലേറ്ററിൽ ഒരുമിച്ച് അടിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. ദെൻ അതിൻ്റെ വാല്യൂ 18.25 എന്ന് കിട്ടും. ദെൻ SSC is equal to, ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, കോളം സംസ് കാണുമ്പോൾ നമുക്ക് കോളത്തിലെ എലമെൻസിൻ്റെ എണ്ണത്തിൽ ഇവിടെ ഡിഫറൻസ് ഉണ്ട്. അതായത് N1, N2, N3 ഒക്കെ വേറെ വേറെയാണ്. അപ്പോൾ σx1² അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ ടോട്ടൽ 48 ആയിരുന്നു. 48² ഫസ്റ്റ് കോളത്തിൽ 3 എലമെൻറ്റ്സ് ആണുള്ളത്. അപ്പോൾ /3 പ്ലസ് സെക്കൻഡ് കോളത്തിൻ്റെ ടോട്ടൽ ഡിവൈഡ് ബൈ സെക്കൻഡ് കോളത്തിൽ 4 എലമെൻറ്റ്സ് ആണുള്ളത് പ്ലസ് തേർഡ് കോളത്തിൻ്റെ ടോട്ടൽ സ്ക്വയർ തേർഡ് കോളത്തിൽ 5 എലമെൻറ്റ്സ് ആണുള്ളത് മൈനസ് കറക്ഷൻ ഫാക്ടർ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 9.45 എന്ന് കിട്ടും. Then SS is equal to SST minus SSC, which is equal to 17.8, and MSC is equal to SSC by C minus 1. കോളത്തിൻ്റെ എണ്ണം 3 ആണ്. അപ്പോൾ 3 minus 1 2. Then അതിൻ്റെ വാല്യൂ 4.725 കിട്ടും. Then MSE is equal to 7 SSE divided by N minus E, N 12 minus C 3,
So 70.8 divided by 12 minus 3 which is equal to 7.867. F ratio is equal to 0.60 എന്ന് കിട്ടും. ദെൻ ടേബിൾ വരയ്ക്കാം എന്നുള്ളതാണ്. ദെൻ കൺക്ലൂഡ് ചെയ്യുക. കൺക്ലൂഷൻ എന്താ വരുന്നത് നോക്കാം. ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ കോളത്തിലെ എലമെൻസിൻ്റെ എണ്ണം ഡിഫറൻസ് കാണിച്ചാൽ അത് കൃത്യമായിട്ട് ചെയ്യണം. ഇവിടെ നമുക്ക് കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂ കണ്ടപ്പോൾ 19.39 ആ ടേബിൾ വാല്യൂ വന്ന് കാൽക്കുലേറ്റഡ് വാല്യൂ ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ H0 അക്സെപ്റ്റ് ചെയ്യും. അതായത് എഫക്റ്റ് സെയിം ആണ്. 3 വെറൈറ്റീസിൻ്റെയും പ്രൊഡക്ഷൻ മീൻ പ്രൊഡക്ഷൻ സെയിം ആണ് എന്നുള്ളത് കൺക്ലൂഡ് ചെയ്യാം. ദെൻ കോഡിംഗ് മെത്തേഡ്. നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡ് പറഞ്ഞു. ജനറൽ ആയിട്ടൊരു മെത്തേഡ് ഉണ്ട് അനോവയ്ക്ക്. അത് കുറച്ച് ലെങ്ത് ആയതുകൊണ്ടാണ് അത് പറയാത്തത്. അത് നിങ്ങൾക്ക് ഞാൻ നോട്ട് അയച്ചു തരാം. അപ്പോൾ ആ മെത്തേഡ് ചെയ്യുന്നതിനേക്കാളും എളുപ്പമായിട്ട് ഷോർട്ട് കട്ട് മെത്തേഡ് പ്രോബ്ലം ചെയ്യാൻ ഷോർട്ട് കട്ടിൽ ചെയ്താൽ മതി. പ്രൊസീജിയർ ചോദിച്ചാൽ അത് എഴുതിയാൽ മതി. രണ്ടായാലും മാർക്ക് കിട്ടും. അപ്പോൾ കോഡിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊസീജിയറിനെ നമ്മൾ കാൽക്കുലേഷനെ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ എഫ് റേഷ്യോ, അതായത് നമ്മുടെ വേരിയൻസ് റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ ഒബ്സർവേഷനെ എല്ലാ ഒബ്സർവേഷനെയും ഒരേ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഒരേ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്താലും ഒരേ വാല്യൂ ആഡ് ചെയ്താലും ഒരേ വാല്യൂ സബ്ട്രാക്ട് ചെയ്താലും നമ്മുടെ എഫ് റേഷ്യോയ്ക്ക് വ്യത്യാസം ഉണ്ടാവില്ല. എല്ലാ ഒബ്സർവേഷനും ഒരേ വാല്യൂ തന്നെ ആയിരിക്കണം ചെയ്യേണ്ടത് എന്ന് മാത്രമേ ഉള്ളൂ. സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിലും ഡിവൈഡ് ചെയ്യുകയാണെങ്കിലും ആഡ് ചെയ്യുകയാണെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിലും ഒരേ വാല്യൂ തന്നെ ആയിരിക്കണം. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഒബ്സർവേഷൻസ് വലിയ ഒബ്സർവേഷൻസ് ആവുന്ന കേസിൽ വലിയ സംഖ്യകളാവുന്ന കേസിൽ നമുക്ക് കാൽക്കുലേഷൻ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ചെറിയ വാല്യൂസിലേക്ക് മാറ്റിയിട്ട് കാൽക്കുലേഷൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ആ തന്നിരിക്കുന്ന ഡാറ്റേനെ ഒന്ന് ചെറുതാക്കും. ഇതിലെന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് ഒന്നെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക, അല്ലെങ്കിൽ സം ചെയ്യുക, ഇല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക ഒക്കെ ചെയ്തിട്ട് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസിനെ എല്ലാ ഒബ്സർവേഷനെയും ഒരേ വാല്യൂ കൊണ്ട് ചെയ്തിട്ട് ചെറുതാക്കും. ആ ചെറുതാക്കിയതിനെ നമ്മൾ വീണ്ടും ഷോർട്ട് കട്ട് മെത്തേഡ് തന്നെ ആ ചെറിയ ഇതാക്കിയിട്ടുള്ള വാല്യൂസ് വരുന്ന ആ ഡാറ്റയെ നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡിൽ ബാക്കി കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യും. സ്റ്റെപ്പുകളൊക്കെ സെയിം ചെയ്യും. ഈ ഒരു സാധനം മാത്രം നമ്മൾ എക്സ്ട്രാ ചെയ്യും. അതായത് സബ്ട്രാക്ട് ചെയ്യുക ഡിവൈഡ് ചെയ്യുക ചെയ്തിട്ടുള്ള ആ ഒരു ഒബ്സർവേഷനെ ചെറുതാക്കിയിട്ടുള്ള ഒരു ടേബിൾ കൂടെ ഉണ്ടാക്കണം എന്ന് മാത്രം. This method is based on a very important property of variance ratio or the F coefficient, that its value does not change if all the given items values are either multiplied or divided by a common figure, or if a common figure is either added or subtracted from each of the given item values. Okay. This method is used especially when given figures are big or otherwise inconvenient. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ വലുതാവുന്ന കേസിൽ നമുക്ക് കാൽക്കുലേഷൻ ഡിഫിക്കൽട്ട് ആവുന്ന കേസിലൊക്കെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് വി കൺവേർട്ട് ദ ഗിവൺ ഫിഗേഴ്സ് യൂസിങ് എ കോമൺ ഫിഗർ, ദെൻ ഷോർട്ട് കട്ട് മെത്തേഡ് ഈസ് ക്യാരിഡ് ഔട്ട്. ഓക്കെ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്. നമ്മൾ ഫസ്റ്റ് ചെയ്തൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ആ പ്രോബ്ലം ആണ് ഈ പറയുന്നത്. ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഡാറ്റയെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ചെറുതാക്കണം. അപ്പോൾ ഇവിടെ നോക്കുക, ഇതിൽ ഏകദേശം എല്ലാ വാല്യൂസിനും മിഡിലായി കിടക്കുന്ന ഒരു വാല്യൂ ഏത് ഒബ്സർവേഷൻ എടുത്താണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പം ഞാനിതിന്ന് ഒരു ഏകദേശം സെൻട്രലായിട്ട് കിടക്കുന്ന ഒരു 66 എന്നുള്ള വാല്യൂ എടുത്തിട്ട് എല്ലാത്തിനും സബ്ട്രാക്ട് ചെയ്യാം. നമ്മുടെ ഉദ്ദേശം ഈ വാല്യൂസിനെ ചെറുതാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതിനെ മാക്സിമം ചെറുതാക്കാൻ പറ്റുന്ന ഏതെങ്കിലും വാല്യൂ, എല്ലാ ഒബ്സർവേഷനും നോക്കണം കേട്ടോ. കാരണം ചില ഒബ്സർവേഷൻസ് ഇപ്പോൾ ഇവിടെ 34 ഉണ്ട്, 82 ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഏകദേശം നടുവിൽ കിടക്കുന്ന ഒരു ഒബ്സർവേഷൻ എടുത്തു കഴിഞ്ഞാലേ നിങ്ങൾക്ക് എല്ലാ ഒബ്സർവേഷനും ഒരേപോലെ ചെറുതാക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ 82 കൊടുത്തിട്ട് നിങ്ങൾ ചെറുതാക്കാൻ നോക്കി കഴിഞ്ഞാൽ ആ 82ൻ്റെ അടുത്ത് കിടക്കുന്ന വാല്യൂസ് വരുന്നത് മാത്രമേ ചെറുതാവുള്ളൂ. 34 ഒക്കെ അപ്പോഴും വലുതായി കിടക്കും. ഡിഫറൻസ് ആണ് എടുക്കുന്നത് വെച്ചാൽ ആ ഡിഫറൻസ് വലുതായി കിടക്കും. അപ്പോൾ ഞാനിവിടെ 66 എടുത്തിട്ട് എല്ലാ ഒബ്സർവേഷൻസിനും മൈനസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടിയ ടേബിളാണിത്. -24, -16, -4, -32, -32, -40,
അങ്ങനെ ഓരോ ഒബ്സർവേഷൻസിനെയും ചെറുതാക്കുക. അങ്ങനെ ആ ചെറുതാക്കി കിട്ടിയ വാല്യൂസിൽ അതാണ് നമ്മൾ പുതിയ ടേബിൾ. അപ്പോൾ ആ പുതിയ ടേബിൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡ് വീണ്ടും ചെയ്യുന്നത്. ഇപ്പോൾ x1ൻ്റെ ടോട്ടൽ നമുക്ക് -90, x2 x3 ടോട്ടൽ 0 കിട്ടും, x4 17 കിട്ടും. അപ്പോൾ നമുക്ക് രണ്ട് ഒബ്സർവേഷൻസിൻ്റെ ടോട്ടൽ 0 കിട്ടിയ കാരണം നമുക്ക് കുറച്ചുകൂടി കാൽക്കുലേഷൻ എളുപ്പമായി. ദെൻ അടുത്തത് സെയിം നമ്മൾ h0 അസ്യൂം ചെയ്യുക. 3 കോളംസിൻ്റെയും മീൻസ് ഈക്വൽ ആണെന്നുള്ള അസ്യൂം ചെയ്തിട്ട് എഗെയിൻസ്റ്റ് x1 μ1 നോട്ട് ഈക്വൽ ടു μ2 നോട്ട് ഈക്വൽ ടു μ3 നോട്ട് ഈക്വൽ ടു μ4 t ഈസ് ഈക്വൽ ടു -90 + 0 + 70 -20 എന്ന് ടോട്ടൽ കിട്ടും. ദെൻ SST ഈസ് ഈക്വൽ ടു സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻ -t²/n ആണ്. അതിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ ആദ്യം ചെയ്തിരുന്ന ഷോർട്ട് കട്ട് മെത്തേഡ് ഡയറക്റ്റ് ചെയ്ത സമയത്ത് കിട്ടിയ അതേ വാല്യൂ തന്നെ നമുക്കിവിടെ കിട്ടും. ദെൻ SSCയും അതുപോലെ അതേ വാല്യൂ കിട്ടും. വ്യത്യാസം എന്താ വെച്ചാൽ നമ്മൾ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് ഒബ്സർവേഷൻസ് അവിടെ 0 ആയിപ്പോയി. 90²/5 + 70²/5 മാത്രമേ വരുന്നുള്ളൂ. ബാക്കി ഈ രണ്ടെണ്ണം 0 ആയല്ലോ, ടോട്ടൽസ് 0 ആയതുകൊണ്ട്. ദെൻ മൈനസ് കറക്ഷൻ ഫാക്ടറും ചെറുതായി. അപ്പോൾ അതിൻ്റെ ആൻസർ ഇതിൽ മാറ്റമില്ല, പക്ഷേ നമ്മുടെ കാൽക്കുലേഷൻ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യും. ദെൻ SSCയും MSE F ഒക്കെ നമുക്ക് സെയിം തന്നെയാണ് കിട്ടുക. അതായത് കൺക്ലൂഷനിൽ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല, F വാല്യൂവിലും മാറ്റം വരില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് കോഡിംഗ് മെത്തേഡ്. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ വാല്യൂസ്, അതായത് പ്രോബ്ലത്തിൽ നമ്മുടെ ഒബ്സർവേഷൻസ് എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കോഡിംഗ് മെത്തേഡ് യൂസ് ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കാം. ഓക്കെ, താങ്ക് യു.